ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മലായ് ചിക്കൻ കബാബാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ടൊരു 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഒരു ബ്ലോക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിന് ഇനി ഒരു ബൗളിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാല കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ഇഞ്ചി പേസ്റ്റാണ്, ഒരു 2 സ്പൂണോളം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. അതുപോലെ തന്നെ പച്ചമുളക് അരച്ചത് 2 സ്പൂണ്. ഗരം മസാല 1 സ്പൂണോളം. കുരുമുളക് പൊടി 1.5 സ്പൂണ്. അതുപോലെ തന്നെ തൈര് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം. 2 സ്പൂണോളം ക്രീമും കൂടെ ചേർക്കണം. എന്നിട്ടൊരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് അതിന് ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം മാരിനേഷന് വയ്ക്കാം. നമുക്ക് മാരിനേഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു നൂൽക്കമ്പിയിലാണ് ഇത് കോർത്തുകൊണ്ടിരിക്കുന്നത്. നൂൽക്കമ്പി എടുത്ത് ഇങ്ങനെ കോർക്കുവാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും നൂൽക്കമ്പിയിൽ കോർത്തെടുക്കാം. ഇത് വളരെ രുചിയായിട്ടുണ്ടാവും. നല്ല മാരിനേഷൻ നമ്മൾ എത്രത്തോളം വെക്കുന്നത് നല്ലതാണ്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചേരും അതിനകത്ത്. ഇനി ഒരു തവ വെച്ചിട്ട് നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനെ നമുക്കിതുപോലെ എണ്ണയിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യുക. 2 വശം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.